ഹലോ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു മിക്സ്ഡ് വ്ളോഗാട്ടോ. നാട്ടിലുണ്ടായ സമയത്ത് തന്നെ ഞാൻ തിരിച്ച് UK വരുന്നതിന് 2 ദിവസം മുന്നേ കാര്യങ്ങളൊക്കെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം മമ്മീൻ്റെ സിസ്റ്ററും ബ്രദേഴ്സൊക്കെ കാണാൻ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാം കൂടി ആയിട്ടുള്ളതാണ്. അപ്പം അന്ന് നമ്മൾ അവരൊക്കെ എത്തി. അപ്പം ഇങ്ങനെ എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോൾ ഒരു രസമാണ്. അപ്പോൾ അന്ന് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ബിരിയാണി ഞങ്ങൾ ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ അതിങ്ങനെ പൊട്ടിക്കുന്നതിൻ്റെ സന്തോഷത്തിലെല്ലാവരും. അതേപോലെ നാട്ടിലെ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നാട്ടിലെ കല്യാണ ബിരിയാണിയും അതേപോലെ കല്യാണ തലേന്ന് ഉണ്ടാവുന്ന നെയ്ച്ചോറും സ്റ്റൂവും വെണ്ടക്കമുളക് കിട്ടും. ഇത് ഭയങ്കര ഫേവറേറ്റാണ് കേട്ടോ. അപ്പം എപ്പോഴും ഇങ്ങനെ ആ ബിരിയാണി നിൽക്കുമ്പോൾ നാട്ടിലെ ബിരിയാണി തന്നെയാണ് ശരിക്കും എനിക്കിഷ്ടം. അപ്പോൾ നമ്മൾ ബിരിയാണി, ചിക്കൻ ഫ്രൈ, റൈത്ത, ചട്നി, ബീഫ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ബീഫ് ഡാഡീൻ്റെ സ്പെഷ്യലായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം ഉണ്ടാക്കി അതൊക്കെ വെച്ച് വിളമ്പി എല്ലാവരും ഫുഡ് കഴിക്കാൻ തുടങ്ങി കേട്ടോ. അതിനുശേഷം നമ്മൾ കുട്ടികൾക്കൊക്കെ വേണ്ടിയൊരു മ്യൂസിക്കൽ ചെയർ വെറുതെ നടത്തി. നല്ല രസമല്ലേ? അപ്പം അതിൽ എന്നിട്ട് പ്രൈസൊക്കെ വെച്ച് അതിന് ശേഷം നമ്മൾ പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാവരും കൂടി ഇതൊക്കെ ഇപ്പം നമുക്കെപ്പോഴും കുറേ കഴിഞ്ഞ് കാണുമ്പോഴും മെമ്മറീസിൽ ഉണ്ടാകുമ്പോൾ നല്ല രസമാണ്. പണ്ടത്തെ ഫോട്ടോസും ആൽബമൊക്കെ നോക്കുമ്പം ഇപ്പോഴും ഒക്കെ എന്തൊക്കെയോ ആയിട്ട് ചീത്തയൊക്കെ എടുക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എപ്പോഴും സേവ് ചെയ്തൊക്കെ വെക്കാൻ നല്ല രസമല്ലേ? അതിന് ശേഷം വൈകുന്നേരം അവരൊക്കെ പലഹാരം കൊണ്ടുവന്നിട്ടുണ്ട്. കടുക്ക് നിറച്ച് കുറേ അപ്പം ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുടിച്ച് അങ്ങനെ ചായയും കടിയെല്ലാം കുടിച്ച് അവർ നമ്മളോട് ബായ് പറഞ്ഞ് ഇറങ്ങി കേട്ടോ. ഇത് ജവഹറിൻ്റെ വീടാട്ടോ, ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് കേട്ടോ. ഇത് പിറ്റേ ദിവസം ഞാനും എൻ്റെ ബ്രദേഴ്സൊക്കെ കൂടി പോയതാട്ടോ. മമ്മിയും ഡാഡി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോയി. അവിടെ നല്ല അടിപൊളി കറിയും ബീഫ് കറിയും ചിക്കൻ ഫ്രൈയും ക്യാരറ്റ് റൈസും മമ്മി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല മുട്ട പൊരിച്ചതൊക്കെയാണ്. ഈ ക്യാരറ്റ് റൈസ് മുട്ട പൊരിച്ചത് നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് അവരോടൊക്കെ ബൈ പറഞ്ഞിറങ്ങി. ഫുഡ് കഴിഞ്ഞിട്ട് നല്ലൊരു സ്വീറ്റ് ഉണ്ടായിരുന്നു. നമ്മളെ പാലു വാഴക്ക. നിങ്ങളാ സൈഡിലൊക്കെ എന്താ പറയുക? ഈ പാലും സാബൂനരിയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് വയറ് നിറച്ച് ഫുള്ള് ഫുഡൊക്കെ കഴിച്ച്. നാട്ടിൽ വന്നാൽ ഇതാണല്ലോ മെയിൻ, നല്ല ഫുഡ് അടിക്കാം. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകണം. ഇനി കുറച്ച് ഷോപ്പിങ്, കുറച്ച് എന്താ പറയുക, പോകുന്നതിൻ്റെ തിരക്കൊക്കെ ആയി. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇത് നമ്മൾ തിരിച്ചു പോകുന്നതിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ എയർപോർട്ടിലെത്തി. അങ്ങനെ അവിടുന്ന് അവരോടും ബായ് പറഞ്ഞ് അങ്ങനെ എല്ലാവരോടും ബായ് പറഞ്ഞ് നമ്മൾ തിരിച്ച് UK പോവാണ്. ഇമിഗ്രേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതൊരു വല്ലാത്തൊരു പെയിനാണ് ശരിക്കും. നാട്ടിൽ നിന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ പിന്നെ ഫ്ലൈറ്റിൽ കയറി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഫ്ലൈറ്റ് ഇങ്ങനെ ഇളകുമ്പോൾ ഒരു ഭയങ്കര ഒരു സങ്കടം, എന്തോ സങ്കടം, എന്തിനാണെന്നറിയാത്തൊരു സങ്കടം. പിന്നെ ആ പച്ചപ്പൊക്കെ കണ്ടിങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ മേലോട്ടേക്ക് പൊന്തുമ്പോൾ ഭയങ്കര സങ്കടം. നാട് നല്ലോണം മിസ് ചെയ്യും, അങ്ങനത്തെ ഒരു സങ്കടം. എന്തായാലും ഓരോരോ കാര്യങ്ങൾ. എന്തായാലും ഇതൊക്കെയാണ് വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഈ ഒരു ഫുഡ് വന്ന് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. മുട്ടയോ എന്തോ ഒരു കടലയൊക്കെ ആയിട്ട് പിന്നെ ഒരു മൂഡുണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ അങ്ങനെയാണല്ലോ, നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇപ്പോൾ ഒരു മൂഡ് ഉണ്ടാവില്ലല്ലോ. പിന്നെ നല്ല സുഖമായിരുന്നു. എന്തായാലും കുറച്ച് പനിയും കാര്യങ്ങളൊക്കെ വന്ന്, എന്നാലും നാട്ടിലെല്ലാവരോടും വീട്ടിലും ഒന്നിച്ചിരിക്കാൻ പറ്റി. അതന്നെ വലിയ കാര്യം. അങ്ങനെ ഇനി അടുത്തതിൽ കാണാം. അടുത്ത നാട്ടിലെ വ്ളോഗ്സ് ഒക്കെ ആയിട്ട് വരാം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒമാനിലെത്തി. ഒമാനിൽ നേരെ UK അധികം വീഡിയോ ഒന്നും ഒമാനിൽ എടുത്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മിക്സ്ഡ് ആയിട്ടുള്ളൊരു വ്ളോഗാണ്. ഇനി ബാക്കി UK വ്ളോഗ്സ് ആയിരിക്കും ഇനി ഉണ്ടാവുക.
അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. ഷെയറും കമൻറ്റൊന്നും ചെയ്തില്ലെങ്കിൽ ഒരു ലൈക്കെങ്കിലും കൊടുക്കണേ. അപ്പോൾ പിന്നെ കാണാം കേട്ടോ. ബൈ.